കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. യു സീ യുവർ ലവ് വിത്ത് ഓൾ ദെയർ ഇംപെർഫെക്ഷൻസ്, യെറ്റ് യു നോ ദേ ആർ പെർഫെക്റ്റ് ഫോർ യു. ഇഷ്ടപ്പെടുന്നയാൾ നമുക്ക് മാത്രം പെർഫെക്റ്റ് ആയാൽ പോരെ? ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇഷ്ടപ്പെടുന്നയാൾക്ക് എന്തൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അയാളെ പെർഫെക്റ്റ് ആയിട്ടേ കാണത്തുള്ളൂ. ഈ പറയുന്ന ചെറിയ ചെറിയ കുറവുകളെല്ലാം അതില്ലാത്ത ആരല്ല. ആ കുറവുകളെല്ലാം നമ്മൾ മാറ്റി നിർത്തും, അല്ലെങ്കിൽ നമ്മളങ്ങ് മനഃപൂർവ്വം കണ്ണടയ്ക്കും, കാണണ്ടാന്ന് വെക്കും. 5 മണിക്കൂറിന് ശേഷം അവൻ്റെ ഫോണിലൊരു കോൾ വന്നു. വിളിച്ചത് ആ പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. അവൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയാനായിരുന്നു ആ ഫോൺ കോൾ. ഹി റഷ്ഡ് ടു ദ ഹോസ്പിറ്റൽ. കണ്ണു തുറന്നപ്പോൾ അവൾ ആദ്യം വിളിച്ചത് അവൻ്റെ പേരായിരുന്നു. ആൻഡ് ഷി ആസ്ക്ഡ്, വൈ ഡിഡ് യു ഡു ഇറ്റ്? ഇഷ്ടപ്പെടുന്നയാളെ നമ്മളെ ഉപേക്ഷിച്ച് പോയിട്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ അയാളെ കണ്ടുമുട്ടിയെന്ന് ഓർത്തോ? സത്യമായിട്ടും നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? വൈ? എന്തിനാ എന്നെ ഈ വേദനയിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോയെന്ന്. പലർക്കും അതിനുള്ള അവസരമൊന്നും കിട്ടാറില്ല. അങ്ങനെ പോകുന്നവരപ്പം തന്നെ വേറൊരു പെൺകുട്ടിയോടെയോ ആൺകുട്ടിയോടെയോ പുറകെ പോയി കാണും. അങ്ങനെയുള്ളവർക്കല്ല. ട്രൂ ലവ് ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അയാൾക്ക് ഇട്ടിട്ട് പോകേണ്ട വന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ചോദ്യം അവിടെ ഉയരും, ഇല്ലേ? പിന്നെ മിലുവിന് വേണ്ടി ഒരു പാട്ട് ചോദിച്ചൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഗുഡ് നൈറ്റ് മെസ്സേജസ് വന്നിട്ടുണ്ട്. അയ്യോടാ, ഇപ്പോഴേ ഗുഡ് നൈറ്റ് പറഞ്ഞാൽ എങ്ങനെ? ഇനി സമയമുണ്ട്. പിന്നെ ഐ ലവ് യു അൻസൻ, ഐ ലവ് യു സോ മച്ച് എന്നൊരു മെസ്സേജ്. പിന്നെ ലവ് യു ശ്രീജിത്തേട്ടാ എന്ന് RZ ജൂനിയർ അയച്ചിട്ടുണ്ട്. പാറു, ഐ മിസ് യു എന്നൊരു മെസ്സേജ്. ഹായ് മൈ ഡാർലിംഗ്, ഹൗ യു എന്നൊരു മെസ്സേജ്. ഐ ലവ് യു മണിക്കുട്ടി, നീ എൻ്റെ മാത്രം സ്വന്തമെന്ന് ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മെസ്സേജസ് അയക്കൂ 567678 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം കണക്കിന് റൊമാൻസ്. Never love a love that hurts. Never hurt a love that loves. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു പ്രണയം, വേദനിപ്പിക്കുന്ന നമുക്ക് ഉറപ്പുള്ള ഒരാൾ, അയാളെ ഒരിക്കലും പ്രണയിക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് പ്രണയിക്കുന്ന ആള്, അയാളെ വേദനിപ്പിക്കരുത്. അതെന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും. അവളോട് മിണ്ടാത്തതിൻ്റെ കാരണം അവൻ പറഞ്ഞു, ഹി ഈസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. അതവൾ അറിയുമ്പോഴുള്ള വിഷമം അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവൻ അവളോടെല്ലാം മറച്ചു വെച്ചത്, അവളിൽ നിന്ന് അകലാൻ ശ്രമിച്ചത്. And he said, I did that because I love you. I love you so much. And she said, I love you too. ഈ കഥയിൽ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അകന്നത് എന്ന് പറഞ്ഞു. പക്ഷെ റിയൽ ലൈഫിൽ ഇങ്ങനെ വളരെ കുറവാണ്. ഇത്രയ്ക്കൊക്കെ സാക്രിഫൈസ് ചെയ്യുന്ന പ്രണയങ്ങൾ ഇപ്പോൾ ചുറ്റും കാണാനുണ്ടോ? എൻ്റെ പറച്ചിൽ മാത്രമല്ലല്ലോ, നിങ്ങൾ തന്നെ നോക്കിയേ, നിങ്ങളുടെ തന്നെ എത്ര ഫ്രണ്ട്സ് ബ്രേക്കപ്പായി. പക്ഷെ അതിനൊക്കെ പിന്നിൽ ഇങ്ങനത്തെ ഒരു റീസൺ ആയിരിക്കില്ല. ഈ കഥയിൽ യെസ്, അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി തന്നെ അവനത് ചെയ്തേ. ഇത് ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. The words you speak and how they are spoken reveal your love. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഈ പ്രണയവും നമ്മൾ പറയുന്ന കാര്യങ്ങളും ആ വാക്കുകളും തമ്മിൽ ബന്ധമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയും, പ്രണയം പറയാനും പ്രകടിപ്പിക്കാനോ ഒന്നും അറിയത്തില്ല, പക്ഷെ ഒരുപാട് പ്രണയമുണ്ടെന്ന്. എന്നാൽ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ പ്രണയം കാണിക്കും. ചുമ്മാ ഉള്ളിൽ പ്രണയം വെച്ചുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലാവത്തില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ഡെപ്തുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കണം. പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ പ്രണയം മനസ്സിലാക്കുമെന്നുള്ളത്. അതൊക്കെ പക്ഷേ നമ്മൾ കുറേ അടുത്തറിഞ്ഞ് ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോഴാണ് അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ ഇനീഷ്യലി തന്നെ അങ്ങനെ മനസ്സിലാവുന്ന സ്ഥലങ്ങൾ കുറവാണ് കേട്ടോ. ഐ ലവ് യു ടു, അതായിരുന്നു അവളുടെ അവസാന വാക്കുകൾ. ആഫ്റ്റർ ദാറ്റ് ഹർ ഹാർട്ട് സ്റ്റോപ്പ് ബീറ്റിംഗ്. ഷീ ഡൈഡ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവനും ഇല്ലാതായി. അവനു വേണ്ടി അവളുടെ ജീവൻ നഷ്ടപ്പെടുത്തി എന്ന ചിന്ത അവന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഇതുപോലെ തന്നെ അല്ലെങ്കിലും നമുക്കൊക്കെ സംഭവിക്കാറുള്ളതാണ്. ഫിസിക്കൽ ഡെത്ത് അല്ല, ഇമോഷണലി നമ്മളൊക്കെ ഇല്ലാതായി പോവും. എന്താണെന്നറിയോ? ഇത്രയും കാലം നമ്മൾ പ്രണയിച്ച ഒരാൾ, നമ്മുടെ എല്ലാമാണെന്ന് കരുതി നമ്മൾ പ്രണയിച്ച ഒരാൾ, ആൾ പെട്ടെന്നൊരു ദിവസം നമ്മളെ വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തോന്നുക? നമ്മൾ ഈ കണ്ടതെല്ലാം കള്ളവാണ്, നമുക്ക് ചുറ്റുമുള്ളതൊന്നും സത്യമല്ല. കാരണം നമ്മുടെ ജീവിതം ഇയാളുടെ കൂടെ എന്ന് വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം അയാൾ ഇട്ടിട്ട് പോകുമ്പോൾ എന്താ നമുക്ക് തോന്നണ്ടേ? ഇനി ജീവിക്കണ്ട, എനിക്കിനി സന്തോഷം വേണ്ട, വരില്ല എന്നുള്ളതിലുപരി മനസ്സ് പറയും ഒന്നും വേണ്ട. മനസ്സവിടെ നിൽക്കും, പിന്നൊരാട്ടി മുന്നോട്ട് പോവില്ല. പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം. എന്നാലും ഈ ഒരു പ്രണയം മറക്കാനും പൂർണ്ണമായൊരു സന്തോഷത്തിലേക്ക് എത്താനും പുതിയൊരു റിലേഷൻഷിപ്പിലാവാനും ഒക്കെ
ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ലോട്ട് ഓഫ് എഫേർട്ട് ഇല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, കൂടെ റീനു. Love is like a lump of gold, hard to get and hard to hold. Of all the girls I have ever met, you are the one I can't forget. I do believe that God above created you for me to love. He chose you from all the rest because He knew I would love you best. വിധിയിലൊന്നും നമ്മൾ ചിലരെ വിശ്വസിക്കാറില്ല. പക്ഷെ ചില പ്രണയങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വിധിയെന്നല്ല ഭാഗ്യം എന്ന് പറയും. വിധി എന്ന് പറയാനിട വരാതിരിക്കട്ടെ അല്ലേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് പോകുന്നതിന് മുന്നേ ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. റീനു ഇസ് സൈനിങ് ഓഫ്.